പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അറിയുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രീതിയും മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എന്നാൽ ആ സ്വാതന്ത്ര്യം നാം പ്രാപിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ആയതിനാൽ ദൈവകൽപ്പനകളെ നാം അനുസരിച്ച് മുന്നേറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വചനം നാം ഇങ്ങനെ വായിക്കുന്നു: സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരുമായും നടപ്പിൻ. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകി. അത് സത്യമാണ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന്, സകല പാരമ്പര്യങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകി. എന്നാൽ ആ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കെന്തും ചെയ്യുവാൻ ദൈവകൽപ്പന നമ്മെ അനുവദിക്കുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമുക്ക് യേശു കർത്താവ് സ്വാതന്ത്ര്യം നൽകി എന്ന ധൈര്യത്തോടുകൂടെ നമുക്കെന്തും ചെയ്യുവാൻ അധികാരമില്ല. കാരണം അതൊരു എക്സ്ക്യൂസായിട്ട് നമുക്കെടുത്തുകൊണ്ട് നമ്മുടെ മോഹങ്ങൾക്കനുസരിച്ചോ, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ, നമ്മുടെ ചിന്തകൾക്കും ആലോചനകൾക്കും അനുസരിച്ചോ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. എങ്കിൽ നാം നിത്യശിക്ഷാവിധിക്ക് അർഹരായി തീർന്നുകൊണ്ടിരിക്കും. ഈ നാളുകളിൽ കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. എന്നാൽ ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവഹിതപ്രകാരം നമുക്ക് മുന്നേറാം. നാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൈവത്തിൻ്റെ ദാസിമാരാണ്. കർത്താവ് നമ്മോട് എന്താണ് കൽപ്പിക്കുന്നത്, എന്താണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, അതിൽ നമുക്ക് പൂർണ്ണമായി ഉറച്ചു നിന്ന് കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ ആ പാതയെ നമുക്ക് പിൻഗമിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നാം വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുകയേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം അകപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷിച്ച്, നമ്മെ വിടുവിച്ച്, നമ്മെ സഹായിച്ച്, നമ്മെ സ്വതന്ത്രരാക്കുവാൻ നമ്മുടെ കർത്താവ് ഇന്നും ശക്തനാണ്, വിശ്വസ്തനാണ്, മതിയായവനാണ്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. സത്യമെന്തെന്നും അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നാം ആയിരിക്കരുത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ എവിടെ നാം മറഞ്ഞിരുന്ന് എന്ത് പ്രവർത്തിച്ചാലും എന്ത് സംസാരിച്ചാലും നമ്മെ കാണുന്ന കണ്ണുകളുണ്ട്, നമ്മെ കേൾക്കുന്ന കാതുകളുണ്ട്, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. സകലതും ആ കർത്താവിൻ്റെ കൺമുൻപിൽ നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. നാം എവിടെയായിരുന്നാലും നമ്മെ സ്തോത്രം പുറത്തു കൊണ്ടുവന്ന് സകല രഹസ്യങ്ങളെ വെളിച്ചത്താക്കുന്നൊരു ദിവസമുണ്ട്. ഇതിനാൽ മറ്റുള്ളവർ ഇത്ര ഫ്രീ ആയിട്ട് ജീവിക്കുന്നു, സ്വാതന്ത്ര്യമായിട്ട് സകലതും ചെയ്യുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് വെച്ച് നാമും അതുപോലെ ചെയ്യണമെന്നില്ല. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന, യേശുവിനെ അറിഞ്ഞ തൻ്റെ മക്കൾക്ക് കർത്താവ് കൽപ്പനകളെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വേലിയുണ്ട്, നമുക്കൊരു ചട്ടക്കൂടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. പുതിയ തീരുമാനങ്ങളോടെ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. വരവിൻ്റെ പ്രത്യാശയുള്ളവരായി നമുക്കായിരിക്കാം. അപ്പോൾ നിശ്ചയമായി ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോഴും ആ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് മുന്നേറുവാനിടയായിത്തീരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ സമർപ്പിക്കുന്നു. അപ്പാ, അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കാൻ നന്ദി നാഥ. എന്നാൽ അതൊരിക്കലും ഞങ്ങളൊരു എക്സ്ക്യൂസായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കോ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതം നയിക്കാതെ പൂർണ്ണമായി അങ്ങേക്കായി സമർപ്പിക്കുന്ന നാഥ, അങ്ങയുടെ ഹിതമനുസരിച്ച് മുന്നേറുവാൻ താഴ്ത്തുന്നു. എല്ലാവിധ നന്മകളാൽ നിറച്ചാട്ടെ. അനുഗ്രഹിക്കണം, വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.